പാർട്ട് 1 പാർട്ട് 2 വെച്ചിട്ട് നോക്കുമ്പോൾ കൊള്ളാം, നല്ല ഇപ്പോൾ ഉള്ള കാലത്തുള്ള നടക്കുന്ന അന്യായത്തിൽ തട്ടിക്കേക്കണ എത്ര റെക്കോർഡ് കളക്ഷൻ അടിക്കും സിനിമ പോയി കഴിഞ്ഞാൽ ഒരു 800-900 കോടി എങ്ങനെ വെച്ചാൽ 1000 കോടി പോകും. അല്ല നല്ല രസമുണ്ട്. ഒരു ക്ലാസിക് ഫിലിമാണ്. ഇനി തേർഡ് പാർട്ട് വരും. തേർഡ് പാർട്ട് രസം ഉണ്ടാവും. ഒരു ഹിസ്റ്റോറിക്കൽ സംഭവമാണ് പോകാൻ മേക്കിംഗ് അടിപൊളിയാണ്. ചരിത്രം ശങ്കർ ഇങ്ങനെ പിടിച്ചിട്ടില്ല. 150 രൂപ കൊടുത്ത് ഫ്ലിപ്കാർട്ടിൽ ഇരുന്ന് കാണുക, അത്രേ പറയാവുള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയുന്നു. നീ എല്ലാം ആണെങ്കിൽ ഞാൻ ഇത്രേ ഉള്ളു. കമലഹാസന്റെ സിനിമ സൂപ്പർ പടം, നിങ്ങൾ നോക്കിയിട്ടൊന്നും ശരീരത്തിൽ എവിടെ കൊണ്ട് ഓരോ കുത്ത് ആട് മയിൽ പാമ്പ് എല്ലാവരും. പാർട്ട് 3 വെയിറ്റിംഗ്, അത് ട്രെയിലർ പാർട്ട് 3 ഇങ്ങനെ കാണിച്ചത്. ഒരു നല്ല പടം, നിങ്ങൾ ടിക്കറ്റ് വേസ്റ്റ് ആക്കരുത്, പൈസ ലാഭിക്കും, അത്രേ ഉള്ളൂ. ചേട്ടാ സഹിക്കാൻ പറ്റില്ല, പേര് പോലെ തന്നെ 0 ടോളറൻസ് ആണ്. സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റൂല. സത്യം പറഞ്ഞ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം സഹിക്കാൻ പറ്റൂല. പിന്നെ സെക്കൻഡ് ഹാഫ് ഏതിനു വേണ്ടിട്ടോ? ഇന്ത്യൻ 3ക്ക് വേണ്ടിട്ടോ? ഇല്ല അത് ലാസ്റ്റ് പറയുന്നുണ്ട് ഗോ ബാക്ക് ഇന്ത്യൻ. എനിക്ക് അത്ര പറയാനുള്ളൂ. എന്താ പറയുക, കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. കറപ്ഷനെതിരായിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തോന്നിയത്. സിദ്ധാർത്ഥ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കമലഹാസൻ നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രെയിലറിലൊക്കെ പറഞ്ഞ പോലെ തേർഡ് പാർട്ട് ആയിരിക്കും സൂപ്പർ എന്ന് തോന്നുന്നു. വിചാരിച്ച പോലെ അങ്ങോട്ട് സൂപ്പറായിട്ട് തോന്നിയില്ല. കമലഹാസൻ സിദ്ധാർത്ഥ് അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ എന്താ പറയുക, എവിടെയൊക്കെയോ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ട് ആയിരിക്കും സൂപ്പർ എന്ന് തോന്നുന്നു. യെസ്. എന്റെ അവസ്ഥ കണ്ടിട്ട് എന്ത് തോന്നുന്നു അത് തന്നെയാണ് സിനിമ. എനിക്ക് അല്ലാണ്ട് വേറെ ഒന്നും പറയാം. എന്റെ പൊന്നു ചേട്ടാ ഒന്നും പറയാനില്ല. എന്റെ ഈ കോലം കണ്ടിട്ട് എന്ത് തോന്നുന്നു അത് തന്നെയാണ് സിനിമ. നല്ല രീതിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റി. ഒരു പിടിയുമില്ല. സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെയാണ്. പിന്നെ ആ ലാസ്റ്റത്തെ 20 മിനിറ്റ്സ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മ്യൂസിക് കണ്ടിട്ട് വാസ് നൈസ്, ബട്ട് സ്റ്റിൽ കുറേ ബീജിയംസ് ഒക്കെ പഴയതുപോലെ ഉണ്ടായിരുന്നു. എന്തോ കണ്ട പോലെ പാർട്ട് ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് അറിയില്ല, ഉറങ്ങുമെന്ന് എനിക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അതെ, അമേസിംഗ്, റിയലി അമേസിംഗ്. അയ്യോ ഇല്ല, ഇത്ര ഊളപ്പടം ഇറങ്ങിയിട്ടില്ല സത്യം. അത്ര വേസ്റ്റ് കേട്ടോ. സത്യം സീരിയസ് മലയാളത്തിൽ പോലും ഇറങ്ങിയിട്ടില്ല. അത്ര വേസ്റ്റ് പടം, എല്ലാം വേസ്റ്റ്. ഇത്രയും ഊളപ്പടം ഈ റീസെന്റ് ഇറങ്ങിയിട്ടേ ഇല്ല. അത്ര വേസ്റ്റ് പടം. ഭയങ്കര വിഷമത്തോടെ അത് പറയുന്നത്. ഇന്ത്യൻ എന്നുള്ള നമുക്കൊരു ഇത് ഫീലിങ്സ് ഉണ്ടല്ലോ, അത് മൊത്തം ഈ പടത്തോടെ തീർന്നിട്ട് ഭയങ്കര വേസ്റ്റ്. ഭയങ്കര ഡിസപ്പോയിന്റ്. ചിരിക്കാൻ ഒരു മൊമെന്റേ ഇല്ല പടത്തില്. വ്യത്യസ്തത പോയിട്ട് ലോജിക്ക്, ഒരു മിനിമം സെൻസ്, കോമൺ സെൻസ്, ലോജിക്ക് ഇതൊന്നുമില്ലാതെ ഒരു വാവ് ഫാക്ടറും തരാൻ പറ്റാതെ കടന്നുപോയ ഒരു സിനിമയാണിത്. കാരണം ഒരു സിനിമ ത്രൂ ഔട്ട് സിനിമകളിൽ ഒരിക്കൽ പോലും ആ സിനിമ നമ്മൾ ഒരു ഫസ്റ്റ് ഡേയിൽ ഒരു ഇത്രയും ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഇത്രയും ഒരു ഓഡിയൻസ് ഇരിക്കുന്ന ഒരു തിയേറ്ററിനകത്ത് ശോകമൂകമായിരുന്നു. അവസാനം ട്രോൾ ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ ഇങ്ങനെ പറയേണ്ടി വന്നു. പടം ഒരു ആവറേജ് പടമാണ്. ഓവറോൾ ഫസ്റ്റ് ഹാഫ് ബിലോ ആവറേജ് ആണ്, സെക്കൻഡ് ഹാഫ് ഒരു ആവറേജ് ആണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വന്ന് കാണണ്ട. ഇന്ത്യൻ 1ന്റെ ഏരകാലത്ത് വരുന്നില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എടുത്തു വെച്ച ഒരു ഫോർമാറ്റേ കാണുന്നുള്ളൂ. അനിരുദ്ധ മ്യൂസിക്കൊക്കെ സെയിം, എല്ലാ തവണയുള്ള ഒരു സെയിം ലൈൻ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ മൂവി എക്സ്പെക്ടേഷൻ്റെ ഒത്ത് വന്നിട്ടില്ല. ക്ലൈമാക്സ് ഇച്ചിരി ഡൗൺ ആണ്. മൊത്തത്തിൽ പാർട്ട് 3ക്കുള്ള വെയിറ്റ് ഇതുപോലെ തന്നെയാണ് ശങ്കർ എടുക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും. കാരണം 1ന്റെ പോലും മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം സെയിം റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം പുതുമയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അല്ലാതെ മൊത്തത്തിൽ കൊള്ളാം. സിദ്ധാർത്ഥിന്റെ അഭിനയം വളരെ ഗംഭീരമാണ്. അത്